ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. അയർലൻഡിലെ വീടുകളിൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫ്ലോറിങ്ങിനെയൊക്കെ കുറിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം പുതിയതായിട്ട് വീട് വാങ്ങുന്നവർക്കും അല്ലെങ്കിൽ വീട് റെനോവേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ ലച്ചുവിനെ വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലച്ചുവിൻ്റെ അടുത്ത് ചോദിക്കാം. ലച്ചുവിനെ അറിയാമോ ഇവിടുത്തെ ഡിഫറെൻറ്റ് ലാമിനേറ്റ്സുകൾ എന്താണെന്നും വിനൈൽ ഫ്ലോറിങ് എന്താണെന്നൊക്കെ? ഒരു ഐഡിയ ഇല്ല. നാട്ടിൽ വെച്ച് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിട്ടാണ് കുറച്ചുകൂടെ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കുന്നത് തന്നെ. ഓക്കെ, അത് മാത്രമല്ല നാട്ടിലൊരു ക്ലൈമറ്റും അല്ലല്ലോ ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റെനോവേറ്റ് ചെയ്യുമ്പോഴും എല്ലാം ഡിഫറെന്റ് ഇവിടുത്തെ ക്ലൈമറ്റുകളെ കുറിച്ച് ചിന്തിക്കണം. കാരണം തണുപ്പ് കൂടുതലാണ്. അപ്പൊ ഏത് ടൈപ്പ് ഫ്ലോർ വേണം നമുക്ക് ചൂസ് ചെയ്യാൻ. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഫ്ലോർ ചൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ഒരു ഫ്ലോറിങ്ങും അല്ലെങ്കിൽ ഒരു വീട് റെനോവേറ്റ് ചെയ്യാനും എല്ലാം ചെയ്യാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ നാട് പോലെ പല വീടുകളും ആക്കി നമുക്ക് നാട് പോലെ ജീവിക്കാമെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വീട് ഹീറ്റ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ ഒരുപാട് എനർജി കൺസപ്ഷൻ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്നാവും. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടുത്തെ വീടുകൾ തന്നെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വർഷങ്ങളായിട്ട് അവർ പല പല കാര്യങ്ങളും പല പല പ്രോഡക്റ്റുകളും കൊണ്ടുവന്ന് ഈ ക്ലൈമറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോപ്പുലർ ആവുന്നത്. അപ്പം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ എപ്പോഴും നമുക്ക് ലോ മെയിൻ്റനൻസും എല്ലാം. അപ്പം അങ്ങനെ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ വന്നേക്കുന്നത്. കാരണം ഇവിടെ ഞങ്ങൾ എന്തായാലും കുറച്ച് ഫ്ലോറിങ്ങിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീട് റെനോവേറ്റ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ട് വീട് വാങ്ങിയിട്ട് ഇപ്പോൾ പുതിയ വീടുകൾ തന്നെ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം, പല വീടിനും ഫ്ലോറിംഗ് ഒന്നും ഇടാതല്ലേ പുതിയ വീടുകളൊക്കെ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് പുതിയ വീടുകളിലേക്ക് ഏത് ഫ്ലോറിംഗ് ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയും കൂടെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പല വീഡിയോയിലും ഞങ്ങളുടെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ശങ്കർ ബ്രോയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ശങ്കർ ബ്രോ. ഒരു ഹായ് പറഞ്ഞു. അപ്പൊ ശങ്കർ ബ്രോ ഗ്രീൻ സ്മാർട്ട് ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ആ കമ്പനി എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു ബ്രീഫിങ് കൊടുത്തേ. ജസ്റ്റ് നമ്മള് ഇവിടെ ഇപ്പം പുതിയ വീടിനാണെങ്കിലും എന്താ പറയുക, സെക്കൻഡ് ഹാൻഡ് വീടിനാണെങ്കിലും നമ്മൾ ഫ്ലോറിങ്ങിനാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ വരാന്ത യൂണിറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ ഞാനിപ്പോൾ എന്താ പറയുക, ലാമിനേറ്റ് ഫ്ലോറിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ ഫൈനൽ LVT ഫ്ലോറിങ്ങിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ സെയിം ക്വിക്ക് സ്റ്റെപ്പ് ബ്രാൻഡിൻ്റെ തന്നെ എന്താ പറയുക ലാമിനേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ആൾക്കാർക്ക് അധികം അറിയത്തില്ല ഏതാണെന്നുള്ള കാര്യം. ഇപ്പം നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയാൽ പോലും നിങ്ങൾക്ക് അതിനെ പ്രോപ്പറായിട്ട് ആരും പറഞ്ഞ് മനസ്സിലാക്കി തരത്തില്ല. ഇവിടെ എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ പണ്ട് എൻ്റെ വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം LVT ഫ്ലോറിങ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കടയിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അടുത്തുള്ള ഒരു ഡബ്ലിൻ തന്നെയുള്ള ഒരു കടയിലായിരുന്നു എനിക്ക്. പുള്ളി വന്നിട്ട് എന്നെ നല്ല രീതിയിൽ ഒന്ന് പൂച്ചിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിരുന്ന പ്ലാങ്ക് ആയിരുന്നു. എനിക്കപ്പോൾ ആ പ്ലാങ്ക് എന്നുള്ള പേര് എക്സാക്ട് ടെക്നിക്കൽ ടേംസ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് LVT ഫ്ലോറിംഗ് വേണ്ട. അപ്പോഴത്തേക്ക് അയാളുടെ അടുത്ത് ചോദിച്ചു, പ്ലാങ്ക് ആണോ വേണ്ട, മറ്റേതാണോ വേണ്ടത്, ഗ്ലൂഡ് ആണോ വേണ്ട, അങ്ങനെ കുറേ ഡൗട്ട്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ ഭയങ്കര ഓവർവെൽഡ് ആയി ആക്ച്വലി. അപ്പം എനിക്ക് LVT ഫ്ലോറിംഗ് ആണ് വേണ്ടതെന്നുള്ള കാര്യം ഞാൻ ആദ്യം 1-2 വീഡിയോ കണ്ടിട്ടാണ് ചെന്നത്. അപ്പം പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, നമ്മളെ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് പുച്ഛിച്ചായിരുന്നു. കാരണം നമ്മൾ ഇവിടെ പല ആൾക്കാരും അത്ര ഈ ഒരു ടെക്നിക്കൽ സൈഡ് അറിയാത്ത ആൾക്കാരാണ്. പല ആൾക്കാരും നമ്മുടെ നാട്ടിലെല്ലാം മെയിനായിട്ട് ടൈൽസും ഗ്രാനൈറ്റും എല്ലാം നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പം
അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്ലോറിംഗ്, ഒരുപാട് ഫ്ലോറിംഗ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, ഒരുപാട് രീതിയിൽ നമുക്ക് അവൈലബിലിറ്റീസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ശങ്കർ ബ്രോയുടെ കമ്പനി സപ്ലൈ ചെയ്യുന്ന കുറെ ഫ്ലോറിംഗ് മെറ്റീരിയൽ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് ഓരോന്നിനെ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എന്താ നിങ്ങൾക്ക് ക്രൈറ്റീരിയാസ് എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോറിംഗ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു ലാമിനേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചോ, അത് നിങ്ങൾക്ക് ഇപ്പൊ ചുമ്മാ കേട്ടി AC5 അല്ലെ എന്താ പറയാ 12 mm ആണെന്നും പറഞ്ഞുകൊണ്ട് മാത്രം വാങ്ങുക, അല്ലാണ്ട് അതിന്റെ ഉള്ളിൽ കുറെ കണ്ടന്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു കുറെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ഓരോന്നിനുള്ള പാറ്റേൺ എങ്ങനെ ഉണ്ട്, എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫ്ലോറിംഗ് ഏതാ, അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ അവർ സപ്ലൈ ചെയ്യുന്നത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഓരോ സാമ്പിൾ കാണിച്ചിട്ട് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ബ്രോ നമുക്ക് തുടങ്ങാം. എവിടുന്നാണ് ഇത്? ക്യുക്ക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അല്ലേ സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്യുക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയർലൻഡിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് എന്ന് പറയുന്നത് ലാമിനേറ്റ് ഫ്ലോറിംഗിനാണെങ്കിലോ LVT ഫ്ലോറിംഗിനാണെങ്കിലോ ക്യുക്ക് സ്റ്റെപ്പ് ആണ് ഏറ്റവും മാർക്കറ്റ് ലീഡിംഗ് ആയിട്ടുള്ളത് ഇവിടുത്തെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് സ്റ്റേറ്റ് ഇപ്പൊ എവിടെയുള്ള നല്ല ഏറ്റവും ബെസ്റ്റ് കടയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഷോറൂം എന്ന് പറയുന്നത് ക്യുക്ക് സ്റ്റെപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ അയർലൻഡ്, സോ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പൊ ക്യുക്ക് സ്റ്റെപ്പിന്റെ ഫ്ലോറിംഗിനാണെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിലും എന്താ പറയുക ആ ഒരു എന്താ പറയുക റീസെയിൽ വാല്യൂ ഉണ്ടാവും. ഇപ്പൊ ഒരു വീട് വിൽക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് ഇടാൻ പറ്റും ഓക്കെ ക്യുക്ക് സ്റ്റെപ്പ് ഫ്ലോറിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, അപ്പൊ അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് തന്നെ ആയിരിക്കും അവർ ഇടുന്നത്. ഇപ്പം എന്താ പറയാ ഈ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഇടുമ്പോഴത്തേക്ക് ക്വിക്ക് സ്റ്റെപ്പ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇടുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ UK ചെന്നാലും ഓസ്ട്രേലിയ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും ഈ ബ്രാൻഡ് ഉണ്ട്. ഇവര് എന്താ പറയാ അവിടെ എല്ലാം ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഷോപ്പുകളെക്കാട്ടിയും വില കുറച്ച് കൊടുക്കാൻ പറ്റും. കുറച്ച് പ്രൈസ് ഞാൻ റീസെയിലറാണ്, ഒഫീഷ്യൽ റീസെയിലറാണ്. നമ്മളിപ്പം മെയിൻ ആയിട്ട് ഇപ്പം അവര് ചുമ്മാ എല്ലാവർക്കും റീസെയിൽ കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മളിവിടെ എന്താ പറയാ ലോക്കലായിട്ടുള്ള ട്രേഡ്സ്മാൻ ഉണ്ടാവുമല്ലോ, ഇപ്പം വണ്ടിക്കകത്ത് വന്ന് നമുക്കുള്ള സാമ്പിൾ കാണിക്കുന്നത്, അവർക്കൊന്നും ക്വിക്ക് സ്റ്റെപ്പ് അവരുടെ ഡീലർഷിപ്പ് കൊടുക്കത്തില്ല. ഇപ്പൊ എനിക്ക് ആ ഒരു ഡീലർഷിപ്പ് ഉണ്ട് ആക്ച്വലി. സോ ഫ്യൂ ഓഫ് ദ കമ്പനീസ് ഇപ്പൊ ഡബിളിലാണെങ്കിൽ ഒരു 4-5 കമ്പനീസിനെ ഉള്ളൂ, എന്താ 3-4 കമ്പനികൾക്ക് ഉണ്ടാകത്തുള്ളൂ ഈ ഡീലർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങളെ ആരും വന്ന് ഹെൽപ്പ് ചെയ്യത്തില്ല, അല്ലെ അവർക്ക് ആ പറഞ്ഞു തരുന്ന സെയിൽസ് പേഴ്സൺ അറിയത്തില്ല എന്തോ ഏതാ നിങ്ങൾ എങ്ങനെയാ സെലക്ട് ചെയ്യേണ്ടതെന്ന്. സോ അതാ ഞാനിവിടെ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇപ്പം ഫസ്റ്റ് ഞാൻ ലാമിനേറ്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. സോ ക്വിക്ക് സ്റ്റെപ്പിന് അറൌണ്ട് ലൈക്ക് 9 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാമിനേറ്റ്സ് ഉണ്ട്. സോ ആ ലാമിനേറ്റ് എന്ന് പറയുന്നത് പല പല കാര്യങ്ങളിലായിട്ട് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. സോ ഞാൻ പറയാം ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്ലാങ്സിന്റെ ലെങ്ത് എന്ന് നമ്മൾ ക്രൈറ്റീരിയ ഉണ്ട്. ലോങ് ആയിട്ടുള്ള പ്ലാങ്സ് ഉണ്ട്. ലോങ് പ്ലാങ്സിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ തോന്നും. സോ എന്താ പറയുക, അപ്പം എന്താ പറയുക പീസസ് യൂസ് ചെയ്യുന്ന കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ ഒരു ലുക്ക് ഇച്ചിരി കൂടെ പ്രോപ്പറായിട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും. അപ്പൊ ആ സീരീസിലുള്ള 2 എണ്ണം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഈ മജസ്റ്റിക് സീരീസ് ആണ്. ഇതൊരു ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു കളറാണ് വാലി ഓക്ക് ലൈറ്റ് ബീച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇതിന്റെ പാറ്റേൺസ്. വേറൊരു കാര്യം നമ്മൾ ഫ്ലോറിംഗ് എടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ ലാമിനേറ്റിനുള്ളിൽ തന്നെ വരുന്ന പാറ്റേൺസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ് ഇട്ടിരിക്കുന്ന പാറ്റേണുകൾ, ചില പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ കാണിച്ചു തരാം. ഇതേ സീരീസിൽ തന്നെ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇച്ചിരി റഫായിട്ടുള്ള, ഇത് LVT ആണ്. ഈ ഒരു കളറിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി റഫായിട്ടുള്ള കളറാണ്. ഡീപ്പ് നാച്ചുറൽ എന്ന് പറഞ്ഞ കളറാണ്. അപ്പൊ അതിന്റെ അകത്ത് കുറച്ചേറെ പാറ്റേൺസ് ഉണ്ടാവും. ആ പാറ്റേൺസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പീസ് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾ വിചാരിക്കും ഓക്കെ 2-3 പാറ്റേൺസേ ഉള്ളൂ. പക്ഷെ ഇതേ പാറ്റേൺസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ പ്ലാങ്കിലും വരും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്ക് ആയിരിക്കത്തില്ല ആദ്യം കാണുമ്പോൾ ഉള്ള ഒരു ചെറിയ പീസ് കാണുമ്പോൾ ഉള്ള ലുക്ക് ആയിരിക്കത്തില്ല കംപ്ലീറ്റ് കാണുമ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മൾ ആദ്യമേ ചിന്തിക്കണം, എന്നിട്ട് വേണം നമ്മൾ ഇത് മേടിക്കാൻ. ഇല്ലാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടില്ല അയ്യോ ഞാൻ ഇങ്ങനെ ആയിരുന്നു നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മുമ്പഴത്തേക്ക് എന്താ പറയാ അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അത് വെച്ചോണ്ട് നമ്മൾ പിന്നെ ഒരു 15 കൊല്ലം ജീവിക്കണം. സോ നമ്മള് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം കുറച്ചൊന്ന് റിസർച്ച് ചെയ്യണം. അപ്പൊ അതാ ഞാനിപ്പോ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കസ്റ്റമേഴ്സ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മള് അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ പറഞ്ഞു കൊടുക്കും ആദ്യം, എന്നിട്ട് അവരോട് റിസർച്ച് ചെയ്യാൻ പറയും. എന്നിട്ട് ഇഷ്ടപ്പെട്ടത് എന്നിട്ട് നമ്മൾ വന്നിട്ട് അതിനുള്ള പ്രൈസും കാര്യങ്ങളും കൊടുക്കും. അല്ലാണ്ട് എന്റെ അടുക്ക് കുറെ പേര് വന്ന് ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട് ഫ്ലോർ ചെയ്യണം, ഓക്ക് കളർ വേണമെന്ന് പറയും.
ഓക്ക് കളർ എന്ന് പറയുന്നതിന്റെ അകത്ത് തന്നെ നമ്മളിപ്പോ കാണിച്ചു തന്ന ഒരു 20 കളർ ഉണ്ടാവും ഓക്ക്. ഓക്കെ, അപ്പം അതിന്റെ അകത്ത് ഡിഫറെന്റ് പാറ്റേൺസിലുള്ള പല പല ടൈപ്പിലുള്ള ഉണ്ട്. അപ്പൊ അതൊന്ന് എന്താ പറയുക, നമ്മള് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇന്ന് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രൈസിങ്ങിന്റെ കാര്യങ്ങളിലോട്ട് വരുന്നത്. എന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഏത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എന്തായാലും കുറവായിരിക്കും. ഇപ്പൊ നിങ്ങളിപ്പം ഞാൻ തന്നു, നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് ഞാൻ 150-200 euro ഞാൻ കുറച്ച് ഉറപ്പായിട്ട് ഞാൻ തന്നിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100% ഷുവർ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ. സോ അതുണ്ട്. പിന്നെ പാറ്റേൺസിന്റെ കാര്യം പറഞ്ഞു നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ബെവലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫ്ലോറിംഗിന്റെ കസ്റ്റമറോ അല്ലെ ഒരാളോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ആരും പറഞ്ഞു തരുമെന്ന്. ഞാനിത് ആദ്യം അതിന്റെ കുറെ റിസർച്ച് ചെയ്തിട്ട് നമ്മൾ ഇത് സംഭവം കണ്ടുപിടിച്ചത്. ബെവലിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് 3 types ഓഫ് ബെവൽ ഉണ്ട്. മൈക്രോ ബെവൽ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ വി ബെവൽ അല്ലെ വി ഗ്രൂവ് ഓർ നാച്ചുറൽ ബെവൽ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അല്ലെ മൂന്നാമതുള്ള സീറോ ബെവൽ എന്ന് പറഞ്ഞ സിസ്റ്റം. ഓക്കെ, 90% ലാമിനേറ്റിന്റെ ബ്രാൻഡ്സുകളും എന്ന് പറയുന്ന ഒരേ ഒരു ബെവലിംഗ് സിസ്റ്റമേ അവർക്കുള്ളൂ. അത് വി ഗ്രോവ് എന്ന് പറഞ്ഞ. ഓക്കെ, ഈ വി ഗ്രോവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് എൽക്ക എന്ന് പറഞ്ഞൊരു സബ്സിഡറി ബ്രാൻഡാണ് ക്വിക്ക് സ്റ്റെപ്പിന്റെ. പക്ഷെ ക്വിക്ക് സ്റ്റെപ്പ് അല്ല, ഇതെന്ന് പറയുന്ന ഒരു വി ഗ്രൂവ് ആണ്. വി ഗ്രൂവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ മേളിൽ ഒരു വി ഷേപ്പ് കാണാം. അതുകൊണ്ടാണ് ഇതിനെ വി ഗ്രൂവ് എന്ന് പറയുന്നത്. സോ ഫ്ലോർ ഇവിടെ ഈ മേളിൽ കണ്ടോ? ഓക്കെ, അത് അവരിങ്ങനെ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വുഡൻ ലുക്ക് ഫിറ്റാൻ വേണ്ടി ആയിരിക്കും അവർ കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ എന്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ വി ഗ്രൂവിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് അത്ര എളുപ്പമാകത്തില്ല. കാര്യം അതിന്റെ ഇടയ്ക്കെല്ലാം പൊടി വീണിട്ടില്ല. അത് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഇതിന്റെ ഇടയ്ക്കോട്ട് കൊണ്ട് വാക്കം വെച്ചിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ആ ഗ്യാപ്പ് കൂടുന്തോറും ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സോ അതാണ് ആ ഒരു ഇഷ്യൂ, പ്ലാങ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. ഈ ബാക്കിയുള്ള 2 ബെവലിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഓൺലി ക്വിക്ക് സ്റ്റെപ്പിന് മാത്രമേ ഉള്ളൂ. ക്വിക്ക് സ്റ്റെപ്പിന് അതിന്റെ വി ബെവലിലുള്ള ടൈപ്പും ഉണ്ട്. മെയിൻ ആയിട്ട് ക്വിക്ക് സ്റ്റെപ്പിന് വേറൊരു ബെവലിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് സീറോ ബെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ 2 ഡിഫറെന്റ് കളർ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതൊന്ന് ജോയിൻ ചെയ്ത് ഇത് കണ്ടോ, നിങ്ങൾക്ക് അതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നത്തില്ല. ഇത് 2 സെയിം കളർ ആയിരുന്നെ എനിക്ക് ഇത് ജോയിൻ ചെയ്തതായിട്ട് പോലും അറിയത്തില്ല. ഇതുപോലും ഗ്യാപ്പ് പോലും ഇല്ല. അപ്പോഴത്തേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് കൂടുതലായിട്ട് ഈ മേളിൽ തന്നെ ആയിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇത് ചെയ്താൽ മതി, വാക്വം ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് എന്താ എലിഗ്ന എന്ന് പറഞ്ഞ സീരീസ് ആണ്. സോ ഇത് ഫസ്റ്റ് ഫ്ലോറിനൊക്കെ അടിപൊളിയാണ്. ആക്ച്വലി 8mm ഫ്ലോറിംഗ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ഇടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ സജസ്റ്റ് ചെയ്ത് വിടുന്ന ഇതാണ്. പ്രൈസ് ആണെങ്കിൽ പ്രൈസ് വൈസ് ആണെങ്കിൽ അത്രയ്ക്ക് കൂടുതലുള്ള സിസ്റ്റം എന്താ പറയുക സീരീസ് അല്ല. ഇതിന് സീറോ ബെവലിംഗ് എന്നാ പറയുന്നത്. ഇത് സീറോ ബെവൽ ലാമിനേറ്റ് ആണ്. ഇനിയുള്ളതെന്ന് പറയുന്നതാണ് മൈക്രോ ബെവൽ എന്ന് പറയും. മൈക്രോ ബെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു ബെവലിംഗ് ഉണ്ടാവും, പക്ഷെ അത് അത്രയ്ക്ക് അറിയാനില്ല. സോ ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള കളർ എന്ന് പറയുന്നത് സെയിം കളർ ആയിരിക്കും. സോ ഇതിപ്പം മൈക്രോ ബെവൽ ജോയിൻ ചെയ്തിട്ടായിട്ടുള്ള യൂണിറ്റാ. സോ നമ്മൾ അറിയത്ത് പോലും ഇല്ല. നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് അറിയാൻ പോലും ഇല്ല, ഇങ്ങനെ തൊടുമ്പോ അറിയാം കേട്ടോ. കണ്ടോ, ഇത് 2 പീസ് ജോയിൻ ചെയ്തിട്ടുള്ള ചെറിയൊരു അതാണ് മൈക്രോ ബെവൽ എന്ന് പറയുന്നത്. സോ ഇത് മൈക്രോ ബെവൽ സീരീസിലുള്ളതാണ്. ഇതാകുമ്പോഴത്തേക്ക് 9mm വരും. മറ്റേത് 8mm ആണ്. ഇതൊരു 9mm വരുന്ന ഒരു സീരീസ് ആണ് മജസ്റ്റിക് എന്ന് പറഞ്ഞത്. പക്ഷെ മജസ്റ്റിക്കിന്റെ കളേഴ്സ് എല്ലാം കുറച്ചും കൂടെ നല്ല രസമുള്ള കളറാണ്, നാച്ചുറൽ ഫീൽ ലുക്ക് ഉള്ളതാണ്. സോ ഇത് പ്രൈസ് ഇച്ചിരി എന്താ വെച്ചാൽ ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ള ലാമിനേറ്റ് ആണ് ഇത് ആക്ച്വലി. സോ ഇത് ഇങ്ങനെ ക്വിക്ക് സ്റ്റെപ്പിന് ഒരു 9 സീരീസ് ഉണ്ട്. ഓരോ 9 സീരീസിലും 20-25 കളർ സെലക്ഷനും ഉണ്ട്. നിങ്ങൾ ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവരാരും നിങ്ങൾക്ക് വന്നിങ്ങനെ ഈ ഒരു കാര്യം നമ്മള് മെയിൻ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്റെ അടുക്കെ കുറെ പേര് കസ്റ്റമേഴ്സ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് ഇതായിരുന്നു വേണ്ട. അവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇതൊരാള് നമ്മൾ വേറെ ആളാ പറഞ്ഞു കൊടുക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ളവരെ അറിയത്തില്ല. നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും നമ്മളെ നോക്കി ചിന്തിക്കുന്നത്. ശരിയാ, അതുപോലെ നമ്മൾ നോക്കുന്നത് മെയിൻ കളറും കാര്യങ്ങളും അത്രയൊക്കെ ഉള്ളൂ. അവര് ചുമ്മാ AC4 ഏതെങ്കിലും ഒരാൾ വന്നിട്ട് AC4 ലാമിനേറ്റ് 12mm എന്ന് പറയും. ഇത് ഇട്ട് കഴിയുമ്പോ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. പിന്നെ ഈ ലാമിനേറ്റ്
ബ്രോ ഇപ്പം നോക്കുന്നത് ഇപ്പൊ ലാമിനേറ്റ് നമുക്ക് എത്രത്തോളം നനയ്ക്കാൻ പറ്റും? ഇപ്പൊ ഒരു വെള്ളം വീണാലോ അതിനെ കുറിച്ചൊക്കെ. അതാണ് ഇപ്പൊ എലിഗ്ന സീരീസ്. അത് ഇതിന്റെ അകത്ത് തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ. സോ 4 സീരീസ് ഉണ്ട്. ഈ ഇംപ്രസീവ് മജസ്റ്റിക് എന്ന് പറഞ്ഞ സീരീസ്, ഇംപ്രസീവ് അൾട്രാ സീരീസ് എന്ന് പറയുന്ന 12mm ലാമിനേറ്റ്സ് ആണ്. ഇങ്ങനെ 3-4 സീരീസ് ഉണ്ട്. ഈ 4 സീരീസിന് അറൌണ്ട് 72 അവർ വരെ അവർ വാറന്റി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ നിന്നാല്. ഓക്കെ. പക്ഷെ പിന്നെ എലിഗ്ന എന്ന് പറഞ്ഞ സീരീസ് ഞാൻ ഫസ്റ്റ് ഫ്ലോർ ഇടാൻ പറഞ്ഞത്. ഇതിന് പക്ഷെ 24 അവർ ആണ് അവർ പറയുന്നത്. സോ അതിനനുസരിച്ചാണ് അങ്ങനെ ഓരോ ടൈപ്പിനും ഓരോ സീരീസ് അനുസരിച്ച് അതിന്റെ ഇത് വ്യത്യസ്തം വരും എന്ന് വെച്ച് എത്ര പറ നിൽക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ലാമിനേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 100% വാട്ടർ പ്രൂഫ് അല്ല. ഒരു ഒന്നും അല്ല. കാര്യം ഇതെല്ലാം HDF വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വേറൊരു സീരീസ് എനിക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇംപ്രസീവ് പാറ്റേൺസ് എന്ന് പറഞ്ഞതാണ്. സോ ഇത് ഹെറിംഗ് ബോൺ സ്ട്രക്ചറിലുള്ള ലാമിനേറ്റ്സ് ആണ്. സോ ഇതിങ്ങനെ ക്രോസ് ഹെറിംഗ് ബോൺ സ്ട്രക്ചർ എന്ന് പറയും. സോ അതുകൊണ്ട് ഇവർക്ക് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇനി LVT യെ പറ്റി പറയുവാണ്. LVT മെയിൻ ആയിട്ട് LVT ഫുൾ ഫോം ഒന്ന് പറഞ്ഞു ബ്രോ. ലക്ഷറി വൈനൽ ടൈൽസ്, ലക്ഷറി വൈനൽ പ്ലാങ്ക്സ്, അങ്ങനെയൊക്കെ പറയാം. LVT അങ്ങനെ പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി ലാമിനേറ്റിനെക്കാട്ടും കുറച്ചുകൂടെ പ്രൈസി ആയിരിക്കും അല്ലേ? ചില സീരീസ് ലാമിനേറ്റ്സിന്റെ ഇല്ലേ. ഇപ്പം മജസ്റ്റിക് എന്ന് പറയുന്ന സീരീസ് എന്ന് പറയുന്നില്ല, ഇത് ഭയങ്കര ലുക്കായിരിക്കും. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയാ, ആ ഒരു ലുക്ക് ഇച്ചിരി ഡിഫറെന്റ് തന്നെയാണ്. ഇതിനൊരു പ്രൈസ് ഉണ്ട്. ഓക്കെ. അതും ചിലപ്പം LVTയുടെ ബ്ലോ സീരീസും തമ്മിൽ സിമിലർ പ്രൈസ് ആയിരിക്കും. പക്ഷെ ബ്ലൂം എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് സീരീസ്. 5mm ആണ് ഉള്ളത്, പ്ലസ് 1mm അണ്ടറിലെ 6mm ഉള്ള. അതായിരിക്കും ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഞാനും വീട്ടില്. അതിനനുസരിച്ചുള്ള കട്ടിയുണ്ട്. നിങ്ങൾക്ക് തൊട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും വൈനലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് LVTയുടെ 2 ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. ഇത് ബ്ലോസ് സീരീസ് എന്ന് പറയും. ഈ ബ്ലോസ് സീരീസ് എന്ന് പറയുന്ന 4mm പ്ലസ് 1mm ആണ്. ടോട്ടൽ 5mm ആണ്. സോ ഇത് യൂഷ്വലി റിനോവേഷൻ വർക്ക്, ടൈലിന്റെ പുറത്തൊക്കെ ഇടാനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. റിനോവേഷൻ വർക്കിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ടൈൽ എടുക്കാതെ തന്നെ അതിന് മുകളിൽ ഫ്ലോർ ഇടണമെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, അവർ അതിന് മേളിൽ ചെയ്യാനായിട്ട് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന സീരീസ് ആണ് ബ്ലോ സീരീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇപ്പൊ ടൈലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സീരീസ് മേടിച്ച് പ്ലാങ്ക് ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ മെയിൻ ആയിട്ട് പുതിയ വീഡിയോകളിലെല്ലാം നമ്മൾ ഇത് ചെയ്യുന്നത് ബ്ലൂം എന്ന് പറഞ്ഞ സീരീസ് ആണ്. 5mm പ്ലസ് 1mm ആണ്. ഇതൊരു ഓൾമോസ്റ്റ് 20-25 കളേഴ്സിൽ അവൈലബിൾ ആണ്. സോ ഇത് ഇച്ചിരി ബ്രൈറ്റ് കളേഴ്സ് ആണ്. ഇതിന്റെ പോലെ തന്നെ ഒരു സെഷൻ ഉണ്ട്, 10 ഇതുള്ള 15 ഉള്ള ഒരു സെലക്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കളേഴ്സിന്റെ കൂടെ. ഇത് ഇച്ചിരി ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള. സോ ബ്ലൂം സീരീസ് ആണ് ഞാൻ മിക്കപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും. സോ LVT 100% വാട്ടർ പ്രൂഫ് ആണ്. ഓക്കെ. അതിന്റെ കാര്യം ഞാൻ ഓൾറെഡി പഴയ വീഡിയോക്കകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ പഴയ വീണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ള കാരണം ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നല്ല രീതി ഇപ്പം എന്താ പറയാ, നമുക്ക് ഇവിടെ പോകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ലിൻ ഏരിയയിൽ നമ്മൾ കൂടുതലും ഇല്ലേ LVT ആണ് കൂടുതലും ഞാൻ ചെയ്യുന്നതിന്റെ അകത്ത് ഉള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് ആകുമ്പോഴത്തേക്ക് വാട്ടർ പ്രൂഫ് ആയിരിക്കണം, ഇല്ലാണ്ട് പറ്റില്ല. സോ അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പോകുന്ന മുഴുവൻ കൂടുതൽ LVT ആണ് പോകുന്നത്. പിന്നെ ലാമിനേറ്റ് അത്യാവശ്യം ചിലർക്ക് ലാമിനേറ്റ് തന്നെ വേണമെന്ന് താല്പര്യമുള്ളവരുണ്ട്. കാര്യം അവർക്ക് അത്രയ്ക്ക് ലാമിനേറ്റ് ആർക്കും താല്പര്യമുള്ളത്. സോ അത് കാരണം നമ്മൾ ലാമിനേറ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ലാമിനേറ്റ് ചെയ്താൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം സജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളൊരു ഹീറ്റിംഗ് സിസ്റ്റം ഇപ്പം ഒരു ലാമിനേറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് സിസ്റ്റം ആയിട്ട് അതിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? ഏതൊക്കെ ഹീറ്റിംഗ് സിസ്റ്റം ഇതിനും? ഹീറ്റിംഗ് ആണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മള് ഞാൻ പറയുന്ന LVT എടുക്കാനായിരിക്കും പറയുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ലാമിനേറ്റിലോട്ട് പറയുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ച് മോർ കണ്ടക്ടിവിറ്റി ഉണ്ട്. ഹീറ്റിനെ മുകളിലേക്ക് വിടും. ഹീറ്റിനെ മുകളിലോട്ട് വിടാനായിട്ട് മച്ച് മോർ കണ്ടക്ടിവിറ്റി LVT ഉണ്ട്. സോ ലാമിനേറ്റിനെ കണ്ടും. ബട്ട് ലാമിനേറ്റ് ആണെങ്കിലും ക്വിക്ക് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് ഒരു MNC കമ്പനിയാണ്. അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേപോലുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്. സോ അവരൊരു കണ്ടക്ടിവിറ്റി പറയുമ്പോഴത്തേക്കില്ലേ ചുമ്മാ ഇപ്പം ഇവരെല്ലാരും കുറെ LVT ഇട്ടിട്ടില്ലേ, ഹീറ്റില്ല എന്നൊക്കെ 2-3 പേര് എന്റെ അടുക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പോയി മേടിച്ചിരുന്ന ചൈനയിൽ നിന്ന് മേടുന്ന അല്ലെ ഏതെങ്കിലും ഒരു കമ്പനി, ഇവിടുത്തെ ലണ്ടനിലെ ഒരു കമ്പനി അവരുടെ തന്നെ പേരിട്ടിട്ട്
ചൈനയിൽ നിന്ന് ഇറക്കിയിട്ടിട്ട് ഇടുന്ന ഏതെങ്കിലും LVT ആയിരിക്കും. അതിനൊരു ടെസ്റ്റിംഗും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാകത്തില്ല. ഹീറ്റ് കണ്ടക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഒന്നും കാണത്തില്ല. പക്ഷെ ക്വിക്ക് സ്റ്റെപ്പ് ഓരോ സാമ്പിൾ എന്ന് പറയുന്നതിനെ ഇല്ല, അതിനെ ഓരോന്നിന്റെയും ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട്സ് ഉണ്ട്. ഹീറ്റ് കണ്ടക്ടിവിറ്റി എത്ര, അതിനൊരു U വാല്യൂ, R വാല്യൂ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ 0.15 താഴെ ആയിരിക്കണം. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്വിക്ക് സ്റ്റെപ്പിന്റെ LVTക്ക് എല്ലാം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.04 ആണ്. ഓക്കെ, സോ ടൈലിന് വരുന്ന എനിക്ക് തോന്നുന്നു അതൊരു 0.02 0.03 അങ്ങനെ കണ്ട് വരുന്നതാണ്. ഈ ക്വിക്ക് സ്റ്റെപ്പ് എന്താ പറയുക LVTക്ക് വരുന്നത് 0.04 ആണ്. അത് ലാമിനേറ്റ് വരുമ്പോഴത്തേക്ക് 0.09 വരും, അങ്ങനെ കണ്ട് വരും, 8 or 9 വരും. സോ ബട്ട് ഈവൻ ദെൻ അത് 0.15 താഴെയാണ്. അതിന് താഴെ ആയിരിക്കണം എന്നാ പറയുന്നത് ആ ഒരു വാല്യൂ. സോ ഇതിനെല്ലാത്തിനും ഓരോ ഐറ്റത്തിനും പ്രോപ്പർ ഡേറ്റ ഷീറ്റ് ഉണ്ട്. ആ ഡേറ്റ ഷീറ്റ് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. ഹീറ്റ് കണ്ടക്ടിവിറ്റിയുടെ ഇൻഫർമേഷൻ, കളേഴ്സിന്റെ ഇൻഫർമേഷൻ, അല്ലെ ഇതെത്ര എല്ലാം നിൽക്കുന്നതിനും എല്ലാ വാറണ്ടിയും കാര്യങ്ങളും ഉള്ളതാണ്. നമ്മളൊരു ലോക്കൽ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നതും എന്താ പറയാ ഒരു ബ്രാൻഡഡ് പ്രോപ്പർ സാധനം മേടിക്കുന്നത് നമ്മൾ ഡിഫറൻസ് ഉണ്ട്. ഇതിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ക്വിക്ക് സ്റ്റെപ്പ് ശരിക്കും ജർമ്മൻ ആണോ അതോ? അല്ല, ക്വിക്ക് സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരു ബെൽജിയം കമ്പനിയാണ്. ഓക്കെ. പിന്നെ ഇതിപ്പോ എനിക്ക് യൂണിലിൻ എന്ന് പറയുന്നതാണ് ബേസിക് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. യൂണിലിൻ എന്ന് പറയുന്നത് അവരാണ് കുറെ ബ്രാൻഡ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽറ്റീരിയോ, പെർഗോ, ഈ ഫ്ലോറിംഗിന്റെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് അവരാ. ആക്ച്വലി 2-3 ബ്രാൻഡ് ആയിട്ടുള്ളത് അവരാണ് ഇതിനെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതെല്ലാം സെപ്പറേറ്റ് ബ്രാൻഡുകളാണ്. യൂണിലിൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതിനെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബേസിക്കലി എനിക്ക് വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മളൊന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം ഫ്ലോറിംഗ് സെലക്ട് ചെയ്യാനായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പീസ് ഇടുന്ന പോലെ ആയിരിക്കത്തില്ല, ഒരു പീസ് മേളിലുള്ള കണ്ടിട്ട് ഇരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അത് മുഴുവനായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കുള്ളത്. സോ ക്വിക്ക് സ്റ്റെപ്പിനാണെങ്കിൽ പ്രോപ്പർ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോറിങ് പാറ്റേൺസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം, ഒരു വീടിൻ്റെ അകത്ത് മുഴുവൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പാറ്റേൺ എങ്ങനെ ലുക്ക് ആവുന്നത്, അതിൻ്റെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഗറേഷനിൽ കാണാൻ പറ്റും. ഇനി നിങ്ങളൊരു ഫോട്ടോ, വീടിന്റെ വല്ല ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലേ ആ ഫ്ലോർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും അതിൻ്റെ അകത്തുള്ളതെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. സോ അത് നമ്മൾ നോക്കണം. അത് നോക്കിയില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ചേഞ്ച് വരത്തില്ല. നമുക്ക് അത് വെച്ചിട്ടാണ് ഒരു 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം ജീവിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ അതിന്റെ ഒരു ടൈം ഇട്ടിട്ട്, ഇപ്പൊ ഞാനാണെങ്കിൽ ഇതിനൊരു 3 വീക്ക് ഡിലേ ടൈം ഉണ്ടാവും. സോ നിങ്ങൾക്ക് സ്നാഗിങ്ങിന്റെ നിങ്ങൾക്ക് ഒരു സ്നാഗിങ്ങിന്റെ ഡേറ്റ് കിട്ടുമെന്ന് അറിയുന്നതിന് ഒരു 2 ആഴ്ച മുമ്പെങ്കിലും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. സോ ടോട്ടൽ നമുക്കൊരു 5 വീക്കോളം വേണം. നമ്മൾ ഒരു 1 വീക്ക് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഡിസൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് 3 വീക്സ് നമുക്ക് ലീഡ് ടൈം ഉണ്ട് ഇത് വരാനായിട്ട്. അതും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം എന്നുള്ള കാര്യം. നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് A to Z. ഞാൻ എന്താ പറയുക കൂടുതൽ ആവശ്യമില്ലാതെ വരുന്ന എന്താ പറയുക കുറെ ജോബ് ഏറ്റെടുത്ത് എനിക്ക് തലവേദന ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും നിൽക്കാറില്ല. ഉള്ള ജോലി മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതേപോലെ തന്നെ മിക്കപ്പോഴും എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഓൾറെഡി ജോബ് കിട്ടുന്നത്. അല്ലാണ്ട് ഞാൻ വലിയ മാർക്കറ്റിംഗ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ആകെ നമ്മുടെ വിനീഷ് ബ്രോ മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ പോയിട്ട് വലിയ മാർക്കറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. കാര്യം ഞാൻ കുറച്ച് ജോലി ചെയ്യുന്നുള്ളൂ. എനിക്ക് അത് മര്യാദക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറൊരു ജോലി കൂടെ ഉള്ള കാരണം ഞാൻ അതിന്റെ എന്താ പറയാ അതും കൂടെ നോക്കിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ മാക്സിമം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ കുറെ ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങൾക്കും വീട് വാങ്ങാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ വീട് റെനോവേറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഫ്ലോറിംഗ് ചൂസ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് ശങ്കർ ബ്രോയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഫ്ലോറിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പം അവർക്ക് നല്ല രീതിയിൽ ചെയ്തു തരാനായിട്ട് നല്ലൊരു ടീമുണ്ട്. അതുപോലെ ഇനി ചെയ്യേണ്ട ജസ്റ്റ് മെറ്റീരിയൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് തന്നെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും.
അപ്പം എന്തായാലും ലാമിനേറ്റ് ഫ്ലോറിങ്ങും വൈനൈൽ അല്ലേ LVT. അപ്പൊ എന്തായാലും ലാമിനേറ്റ് ഫ്ലോറിങ്ങും അതുപോലെ LVTക്കും വേണ്ടി നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യുക. പിന്നെ ഈ ക്യുക്ക് സ്റ്റെപ്പ് തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് ആയിട്ടാണ് നമ്മുടെ ശങ്കർ ബ്രോ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിപ്പോ ഇവിടെ നമ്മളിപ്പോ പുതിയ വന്ന ആർക്കെങ്കിലും അറിയത്തില്ല, ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ അവരെല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ബ്രാൻഡായിരിക്കും. ഈ ഒരു ബ്രാൻഡ് അവർക്ക് അറിയാം, ഒരു 3-10 കൊല്ലമായിട്ട് ഇവിടെ ജീവിക്കുന്നതായതുകൊണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഫർമേഷൻ. ഇതുപോലെ അപ്പൊ എന്തായാലും ശങ്കർ ബ്രോയെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കമ്പനി നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മറക്കണ്ട ഫ്ലോറിങ്, അതുപോലെ വരാന്തയെ കുറിച്ച് ഞങ്ങളൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ എന്തായാലും ഇതുപോലെ അടുത്ത കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.